ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മോഡായിരുന്നു ദൃശ്യമായത്. മെയിനായി ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തത് ഫൈനാൻഷ്യൽ സെക്ടർ, ബാങ്കിംഗ് സെക്ടർ അതുപോലെ ഡിഫൻസ് സെക്ടറുകളായിരുന്നു. ഈ സെക്ടറുകൾ അപ്മൂവിലായതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിനെ സഹായിച്ചിരുന്നു. അതുപോലെ ഫെഡിന്റെ തീരുമാനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചിരുന്നു. മറ്റു ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കിയാൽ ഒരു നെഗറ്റീവ് മോഡിലായിരുന്നു ക്ലോസ് ചെയ്തത്. SGF നിഫ്റ്റി ഇന്ന് നെഗറ്റീവ് മോഡിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ജപ്പാൻ മാർക്കറ്റിലും ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്രസിഡന്റ് റിസൈൻ ചെയ്യുന്നു എന്നൊരു ന്യൂസ് ബേസ്ഡ് ആയിരുന്നു. ചൈനീസ് മാർക്കറ്റും ഒരു നെഗറ്റീവ് നോട്ടിലായിരുന്നു ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി 50 96 പോയിന്റോളം അപ്പായി 11,655 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ നിഫ്റ്റിയിലെ ഹൈ എന്ന് പറയുന്നത് 11,686 പോയിന്റ് ആണ്. ലോ എന്ന് പറയുന്നത് 11,589 പോയിന്റുമാണ്. നിഫ്റ്റി ഓട്ടോ 64 പോയിന്റോളം ഡൗൺ ആയി 8,118 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 988 പോയിന്റോളം അപ്പായി 24,558 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 15 പോയിന്റോളം ഡൗൺ ആയി 15,980 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 249 പോയിന്റോളം ഹൈ ആയി 11,733 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 62 പോയിന്റോളം ഡൗൺ ആയി 31,251 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 16 പോയിന്റോളം അപ്പായി 18,119 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 9 പോയിന്റോളം ഡൗൺ ആയി 2,521 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 30 പോയിന്റോളം അപ്പായി 11,618 പോയിന്റിലും നിഫ്റ്റി PSU ബാങ്ക് 78 പോയിന്റോളം അപ്പായി 1,606 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ലൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, UPL, SBI അതുപോലെ ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് JSW സ്റ്റീൽ, ഹീറോ മോട്ടോകോപ്പ്, ഡോക്ടർ റെഡ്ഡീസ് അതുപോലെ പവർ ഗ്രിഡ്, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു ഡൗൺ ട്രെൻഡ് ഇന്ന് ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 353 പോയിന്റോളം അപ്പായി 39,467 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് ഇൻഡസ്ലൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, സൺഫാർമ അതുപോലെ SBI തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് മാരുതി സുസുക്കി, ടൈറ്റൻ, TCS, HCL ടെക് അതുപോലെ ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവ് മൂവ്മെന്റ് ദൃശ്യമായ 3 മെയിൻ സെക്ടറുകൾ എന്ന് പറയുന്നത് ഡിഫൻസ് സെക്ടർ, ബാങ്കിംഗ് സെക്ടർ അതുപോലെ ഫൈനാൻസ് സെക്ടർ ആയിരുന്നു. അതിനുള്ള കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ, CDS ഹെഡ് അതുപോലെ രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് വന്ന കമന്റ്സ് ആണ്. അതായത് ഡിഫൻസ് സെക്ടറിൽ സ്വയം പര്യാപ്തത നേടാനുള്ള പ്രോസസ് വളരെ ഫാസ്റ്റായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതുപോലെ ഈ വർഷം അവസാനത്തോടെ കൂടുതൽ പ്രോഡക്റ്റുകളുടെ ഇമ്പോർട്ട് ബാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് മാക്സിമം പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന ഒരു വാർത്തയും ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഈ സെക്ടറിലുള്ള പല സ്റ്റോക്കുകളെയും ഇന്ന് മുന്നോട്ട് നയിച്ചത്. BHEL, വാൽക്കൻ നഗർ, ITC, Zen ടെക്നോളജീസ് അടക്കമുള്ള ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇന്നൊരു മൂവ്മെന്റ് ദൃശ്യമായതും ഇതുകൊണ്ട് തന്നെയായിരുന്നു. അതുപോലെ ഇന്ന് ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാങ്കിംഗ് സെക്ടർ വരുന്ന ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പല അനലിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ പല സ്റ്റോക്കുകളിലും മറ്റ് സ്റ്റോക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വാല്യുവേഷൻ റീസണബിൾ ആണ്. അതും ഈ സ്റ്റോക്കുകളിൽ ബയ്യിങ്ങിന് ഇടയാക്കി. അതുപോലെ US ഫെഡിൽ നിന്ന് ഇന്നലെ വന്ന ചില അനൗൺസ്മെന്റുകളും ഈ സെക്ടറിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് മൊമെന്റ് വേൾഡ് വൈഡ് സൃഷ്ടിക്കുമെന്ന ഇൻവെസ്റ്റേഴ്സിന്റെ പ്രതീക്ഷയും ഇന്ന് ഈ സെക്ടറിൽ ദൃശ്യമായിരുന്നു. പല ബാങ്കുകളും നല്ലൊരു മുന്നേറ്റം തന്നെ ഇന്ന് കാഴ്ചവെച്ചിരുന്നു. SBI, ഇൻഡസ്ലൻഡ് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു പ്രധാനമായും മുന്നേറ്റം കണ്ടത്. ഈ ന്യൂസിന്റെ ഫലത്തിൽ പല NBFCകളിലും അതുപോലെ ഫൈനാൻഷ്യൽ സെക്ടറിലുള്ള ചില സ്റ്റോക്കുകളിലും മുന്നേറ്റം ദൃശ്യമായിരുന്നു. ഇന്ന് ചില FMCG സ്റ്റോക്കുകളിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നെസ്ലയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. അതായത് COVID-19 കാരണം അവരുടെ ലോജിസ്റ്റിക്സിൽ ചെറിയ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നായിരുന്നു കമന്റ് വന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ സെക്ടറിലുള്ള ചില സ്റ്റോക്കുകളിൽ ഒരു കറക്ഷൻ ദൃശ്യമായത്. HDFC ബാങ്ക് സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് FDSE ലാർജ് ക്യാപ് ഇൻഡെക്സുകളിൽ അവരെയും ഇൻക്ലൂഡ് ചെയ്യും എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന ന്യൂസാണ് ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ലിമിറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടായിരുന്നു അവരെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിടാനുള്ള പ്രധാന കാരണമായി മാറിയത്.
ഓട്ടോ സെക്ടർ സ്റ്റോക്കുകളിൽ ഇന്നൊരു കറക്ഷൻ ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. ഇന്ന് ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോയിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു നല്ല റാലി തന്നെ ഈ സെക്ടറിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മാറിയതാണ് ഈ സെക്ടറിലുള്ള പല സ്റ്റോക്കുകളിലും ഇന്നൊരു പ്രഷർ സൃഷ്ടിച്ചത്. സ്റ്റീൽ സ്ട്രിപ്പ് വീൽ ഷെയറുകളിൽ മോർണിംഗ് സെഷനിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ പുതിയൊരു ഓർഡർ ആയിരുന്നു. യൂറോപ്പിൽ നിന്നാണ് ഓർഡർ ലഭിച്ചത്. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. മാക്സ് ഇന്ത്യയുടെ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. ഇന്ന് റീലിസ്റ്റ് ചെയ്തതോടെ അവരുടെ ഷെയറുകൾ ബേസ് വാല്യൂ ആയ 75 എത്തിയിരുന്നു. ഇന്നായിരുന്നു ഷെയറുകൾ റീലിസ്റ്റ് ചെയ്തത് BSEയിലും അതുപോലെ NSEയിലും. അതുകൊണ്ടായിരുന്നു ഇന്ന് സ്റ്റോക്ക് ഡൗണിലേക്ക് മൂവ് ചെയ്തത്. NMDC സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ അയണും അതുപോലെ സ്റ്റീൽ പ്ലാന്റുകളും ഡീമർജ് ചെയ്യാനുള്ള തീരുമാനമാണ്. ഇതിലൂടെ കമ്പനിക്ക് വാല്യൂ അൺലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതായിരുന്നു സ്റ്റോക്കിൽ ഒരു വലിയ മൂവ്മെന്റ് ഇന്ന് ദൃശ്യമായത്. GMR ഇൻഫ്രയുടെ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സുകൾ റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അതിലൂടെ GMR ഇൻഫ്രയുടെ കീഴിൽ എയർപോർട്ട് ബിസിനസ് മാത്രം നിലനിർത്താനാണ് അവർ ആലോചിക്കുന്നത്. ഇത് സ്റ്റോക്കിന് ഒരു വാല്യൂ അൺലോക്ക് നൽകിയേക്കാം. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. ICICI സെക്യൂരിറ്റി സ്റ്റോക്കുകളിൽ ഒരു പ്രഷർ നേരിട്ടിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ICICI ബാങ്ക് ICICI സെക്യൂരിറ്റിയുടെ 2% സ്റ്റേക്ക് സെൽ ചെയ്തിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷറിന് ഇടയാക്കിയത്. യെസ് ബാങ്ക് ഷെയറിൽ മോർണിംഗ് സെഷനിൽ ഒരു മുന്നേറ്റം ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്രിസിൽ അവരുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ടെലികോം കമ്പനികളുടെ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം കണ്ടിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് AGR ഹിയറിംഗിന്റെ വേർഡിക്റ്റ് മൺഡേ ആണ്. അതുതന്നെയായിരുന്നു ഈ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായത്. ഒരു പോസിറ്റീവ് വേർഡിക്റ്റ് വരും എന്ന പ്രതീക്ഷയിലാണ് ഈ സെക്ടറിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടത്. ഐഡിയ വോഡാഫോൺ ഷെയറുകളിൽ ഒരു മുന്നേറ്റം ഇന്ന് ദൃശ്യമായിരുന്നു. ഏകദേശം 14% ഒരു റാലി നടന്നിരുന്നു. സൺഫാർമ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ AGM നടത്തിയ ചില കമന്റ്സ് ആണ്. കമ്പനിയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ചില കമന്ററികളാണ് സ്റ്റോക്കിന് പോസിറ്റീവ് മൊമെന്റം ഇന്ന് നൽകിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് സ്റ്റോക്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ഇന്ന് ദൃശ്യമായിരുന്നു. OFSന്റെ എഫക്റ്റ് ആയിരുന്നു സ്റ്റോക്കിൽ ഇന്ന് ദൃശ്യമായത്. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെയിൽവേ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതായത് എനർജി സെക്ടറിലുള്ള കമ്പനികളുമായി. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് 2030 ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഇലക്ട്രിഫൈ ചെയ്യുക എന്നതാണ്. അതിന് ഇവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അതായത് റെയിൽവേയുടെ കയ്യിലുള്ള വാക്കന്റ് ലാൻഡുകളിൽ സോളാർ എനർജി പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെന്റ് സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ന്യൂസ് ക്ലോസ് ആയി വാച്ച് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഷെയർ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഷെയർ മാർക്കറ്റിലെ അടുത്ത അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ വീണ്ടും കാണാം.